സർക്കാരിന്റെ ദൂർത്ത് അതിന്റെ എല്ലാ സീമകളും കടന്നിരിക്കുകയാണ്. ആദ്യം കേരളീയം പരിപാടിയുടെ പേരിലായിരുന്നു ദൂർത്ത്, പിന്നെ നവകേരള സദസ്സിന്റെ പേരിലായി അടുത്ത ദൂർത്ത്. എന്തായാലും ഭരിച്ച് കേരളം മുടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ജീപ്പുകൾക്ക് പെട്രോൾ ലഭിക്കാത്തതിനാൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് പോലീസുകാരാണ്. കുടിശ്ശികയായി നൽകാനുള്ള പണം ലഭിക്കാതെ പോലീസ് വാഹനങ്ങൾക്ക് ഇനി മുതൽ പെട്രോൾ നൽകില്ലെന്ന് സ്വകാര്യ പമ്പുടമകൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. 28 കോടി രൂപയാണ് പോലീസ് വാഹനങ്ങൾക്ക് പെട്രോൾ അടിച്ച വകയിൽ പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പോലീസിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഇതും സർക്കാരിന്റെ ദൂർത്തിന്റെ മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി പമ്പുടമകൾക്ക് ഇന്ധനത്തിന്റെ പണം നൽകിയിട്ടില്ല. ഇതാണ് വൻ തുകയായി മാറിയത്. കുടിശ്ശിക പമ്പുടമകളുടെ സാമ്പത്തിക നിലയെയും ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പോലീസിന് പെട്രോൾ നൽകേണ്ടതില്ലെന്ന് പമ്പുടമകൾ തീരുമാനിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം നൽകില്ല എന്നാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പോലീസിന് പണി കൂടിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ധന പ്രതിസന്ധി. തിരുവനന്തപുരം SAPയിലെ പോലീസ് പമ്പിൽ ഇനി ഒരാഴ്ചത്തേക്കുള്ള പെട്രോൾ മാത്രമാണ് ഉള്ളത്. ഇത് തിരഞ്ഞെടുപ്പ് കാലത്തെ പോലീസിന്റെ കൃത്യനിർവഹണത്തെ സാരമായി ബാധിക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇന്ധനം വാങ്ങിയ വകയിൽ വൻ തുകയാണ് സർക്കാർ നൽകാനുള്ളത്. ഇന്ധനം ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് പോലീസ് നേരത്തെ തന്നെ പ്രതിസന്ധി നേരിട്ടിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവിട്ടായിരുന്നു പോലീസുകാർ പെട്രോൾ അടിച്ചിരുന്നത്. എന്നാൽ ശമ്പളം ഉൾപ്പെടെ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി അതും സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ കനിവ് തേടി കാത്തിരിക്കുകയാണ് പോലീസ്. എന്നാൽ സർക്കാർ ഈ പ്രശ്നത്തിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സർക്കാരിന്റെ ഈ ധൂർത്ത് കാരണം സർക്കാർ ജീവനക്കാർ മാത്രമല്ല, പാവപ്പെട്ട ജനങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ കേരളം തന്നെ അവർ വിൽക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.